ഒത്തിരി ചോദ്യങ്ങൾ മനസ്സിനകത്ത് വന്നൊരു നാളുകൾ. പക്ഷേ അതിനകത്തൊരു കർത്താവിനോട് പറഞ്ഞൊരു ഒരു ഒരു തിരുവിടുത്തുണ്ട്. നേരെ തിരുവിടുത്തിനകത്തേക്ക് കൊണ്ടുപോയി മത്തയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോയിട്ട് യേശു അപ്പം കയ്യിലെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ജനത്തിന് പങ്കിട്ട് കൊടുക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. കർത്താവിനോട് പറഞ്ഞു, യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തെ നിൻ്റെ ജീവിതമായിട്ട് കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ കാണുന്നുണ്ട്, ഞാൻ അങ്ങയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങ് ചെയ്ത 3 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. 1, അങ്ങ് അതിനെ ബ്ലെസ് ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവെ, എൻ്റെ ലൈഫിൽ മേലെ അങ്ങയുടെ ബ്ലെസ്സിങ് കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 2, എനിക്ക് അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തിനാ പിന്നെ അങ്ങ് നുറുക്കിയത്? കാരണം നുറുക്കാതെ പങ്കിട്ട് കൊടുക്കാൻ കഴിയുന്ന ദൈവമാണ് അങ്ങ്. ഇസ്രായേൽ മക്കൾക്ക് അങ്ങ് മന്ന പൊടിച്ചു കൊടുത്ത ദൈവമാണ്. നുറുക്കേണ്ട ആവശ്യം അങ്ങക്ക് ഇല്ലല്ലോ, പിന്നെന്തിനാ അങ്ങ് നുറുക്കാൻ അനുവദിച്ചത്? കർത്താവ് എനിക്ക് അതിനൊരു മറുപടിയും തന്നില്ല. പക്ഷെ ഒരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു, നുറുക്കപ്പെട്ടാലും നീ ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണ്. ഈ അപ്പം എടുത്ത് കയ്യിലെടുത്തിട്ടാണ് അപ്പം നുറുക്കിയതെങ്കിൽ അപ്പം ഇരിക്കുന്നത് അപ്പൻ്റെ കയ്യിലാണ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് നുറുക്കപ്പെടുന്നതിനേക്കാൾ വലിയ സുരക്ഷിതത്വം ഈ ആയുസ് വേറെ ഇല്ല. എത്ര നുറുക്കപ്പെട്ടാലും ലൈഫിനകത്ത് എത്ര ബ്രോക്കൺ ആയാലും അത് ദൈവത്തിൻ്റെ കയ്യിലകത്താണെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും നമ്മളെ തകർത്തെറിയാൻ കഴിയത്തില്ല, ചവിട്ടിയരയ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ അതുകൊണ്ട് വീഴത്തില്ല, നമ്മൾ അതുകൊണ്ട് തകരത്തില്ല. കാരണം അപ്പൻ്റെ കരത്തിൻ്റെ സുരക്ഷിതത്വമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അപ്പൻ്റെ കരത്തിൻ്റെ സംരക്ഷണത്തിനകത്ത് കീഴിലാണെങ്കിൽ ഈ അപ്പൻ നമ്മളെ സുരക്ഷിതമായി കാക്കും. അവിടെ കൊണ്ട് കർത്താവിനോട് നിർത്തിയില്ല. 3-ാമത് കർത്താവിനോട് പറഞ്ഞു, ഈ അപ്പം കയ്യിൽ നിന്ന് എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. ഈ അപ്പം കയ്യിൽ നിന്ന് പോയത് പന്തിയായിട്ടിരിക്കുന്ന ജനത്തിൻ്റെ കയ്യിലോട്ടാണ്. ഈ ജനം അവിടെ പന്തിയായിട്ടിരുന്നത് അപ്പം കയ്യിലെടുക്കുന്നതിന് മുമ്പാണ്. അപ്പം കയ്യിലെടുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു, ജനത്തെ പന്തിയായിട്ടിരുത്തുന്നു എന്ന് പറഞ്ഞ പന്തി ഒരുക്കിയതിന് ശേഷമാണ് അപ്പം കൊടുത്തത്. പന്തി ഒരുക്കിയതിന് ശേഷമാണ് അപ്പം കയ്യിലെടുത്തത്. കർത്താവിനോട് അന്നൊരു ദൂത് പറഞ്ഞു, ഇതുകൊണ്ട് ഒരു അവസാനിക്കത്തില്ല, ഇതുകൊണ്ട് തീരത്തില്ല. കാരണം പോകാൻ ദൈവം ഒരുക്കുന്നൊരു പന്തിയുണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ, നമ്മുടെ ലൈഫിന്മേൽ നിയോഗമിട്ടുള്ള ദൈവമാണെങ്കിൽ, കൃപ പൊതിഞ്ഞൊരു ദൈവമാണെങ്കിൽ, ദൈവകൃപയാണ് നമ്മുടെ മേൽ ഒഴുകി വരുന്നതെങ്കിൽ ആ സാഹചര്യം നമുക്കൊരു വിഷയമല്ല, ചുറ്റുപാടുകൾ നമുക്കൊരു വിഷയമല്ല. ആ സാഹചര്യത്തിന് വേണ്ട കൃപകളും അതിൻ്റെ കൂടെ തന്നെ നടത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ദൈവം നടത്തുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്.